അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് രീതിയിൽ നമ്മൾ ഹൗസും കാര്യത്തിൽ നമ്മൾ ട്രാക്ടറിലാക്കി നമ്മൾ പോവുകയാണ്. അപ്പൊ എന്ത് കാരണത്തിൽ നമ്മൾ പോകണമെന്ന് വീഡിയോ കൂടെ പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ ഹൗസും കാര്യത്തിൽ നമ്മൾ പോവുകയാണ്. അതേപോലെ നമ്മൾ ഡ്രെയിനിന്റെ മുകളിൽ കാര്യത്തിന് ഹൗസും കാര്യം കൊണ്ടുപോകേണ്ടത്. അപ്പൊ അത് എന്ത് കാരണം വീഡിയോ പറഞ്ഞു തരാം. അതായത് നമ്മൾ പണിക്കും കാര്യത്തിന് പോയിട്ടില്ല. അപ്പൊ കുറച്ച് നേരം റെസ്റ്റ് കഴിച്ച് പണിക്ക് പോകാറുണ്ട്. അപ്പൊ നമ്മൾ ഫോണിക്ക് മെസ്സേജും കാര്യത്തിന് വന്നത് നോക്കാം. അപ്പൊ TND കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പൊ എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഇത് അടിച്ചു മാറ്റില്ല. നമുക്ക് ഇത് ചലഞ്ച് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പൊ TND കാര്യത്തിനാണ്. അപ്പൊ ഇത് ഒരു കാരണത്താൽ നമ്മൾക്ക് കിട്ടണം, നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും മൊബൈൽ ഫോണൊക്കെ ബാക്ക് അടിച്ച് നമ്മൾ ചലഞ്ച് ചെയ്താൽ ആഗ്രഹം കാര്യത്തിന് അപ്പൊ നമ്മളെ ബൈക്ക് എടുത്താൽ നമുക്ക് എന്തായാലും പോവാം. അപ്പൊ കുറച്ച് ടാസ്കും കാര്യത്തിനാണ് ചലഞ്ച്. അപ്പൊ എന്തായാലും ചലഞ്ച് ചെയ്താൽ മാത്രമേ TND കാര്യത്തിന് കിട്ടുള്ളൂ. എന്തായാലും ഞാൻ തീരുമാനിച്ചെങ്കിൽ TND കാര്യത്തിന് കിട്ടുന്നത്. അപ്പൊ ഞാൻ ചലഞ്ചിക്ക് നേരെ പറപ്പിച്ച് പോകുമ്പോൾ ചലഞ്ച് കാര്യത്തിന്. അപ്പൊ ഞാൻ ചലഞ്ച് കാര്യത്തിന് തുടങ്ങി. അപ്പൊ ഇതാണ് ചലഞ്ച് കാര്യത്തിന് കുറച്ചുള്ള നല്ല ടാസ്ക് കാര്യത്തിനാണ്. അപ്പൊ ഞാൻ മാക്സിമം സ്പീഡും കൂട്ടിയിട്ട് അതേപോലെ കുറക്കണം. അപ്പൊ കുറച്ച് ടാസ്ക് ആണ് സ്പീഡ് കൂട്ടിയാൽ കാര്യത്തിന്. അപ്പൊ മുന്നിൽ ഫാനും കാര്യത്തിന് കറങ്ങുന്നത് ചെരിഞ്ഞാണ് കറങ്ങുന്നത്. അപ്പൊ നമ്മൾ കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ ഒക്കെ പോകുന്നത്. അപ്പൊ അവിടെ മാക്സിമം കണ്ടെയ്നറും ഫാൻ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ചെയ്തിരുന്നാലും കുറച്ച് ഗ്യാപ്പും കാര്യത്തിനുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് മാക്സിമം ചലഞ്ച് ചെയ്യിച്ചാൽ നോക്കാം. എന്നാൽ മാത്രമേ TND കാര്യത്തിന് കിട്ടുള്ളൂ. ആ TND കിട്ടിയാൽ നമ്മൾ ഹൗസ് കാര്യത്തിന് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ ഒരു ആഗ്രഹമാണ് അത് കിട്ടി നമുക്ക് ഇവിടുന്ന് ഹൗസ് കൊണ്ടുപോകാം. നമുക്ക് നേരെ അടുത്ത രാജ്യത്തേക്ക് ഹൗസ് കടത്തി കൊണ്ടുപോകാം. അപ്പൊ ചെറിയൊരു ആഗ്രഹം കിട്ടുമെന്ന് യാതൊരു ഐഡിയ കഴിയില്ല. അപ്പൊ നമുക്ക് മാക്സിമം ചലഞ്ച് നോക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് ടാസ്കും കാര്യങ്ങൾ തന്നെ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് വിഷയമല്ല വെച്ചിട്ട് നമ്മളിങ്ങനെ ടാസ്ക് ഒക്കെ കടന്ന് പോയിട്ട് അപ്പൊ ഇവിടെ കുറച്ച് ടഫാണ്. ഇവിടെ വളക്കാൻ കുറച്ച് ടഫ്. അപ്പൊ ഞാൻ ഇവിടെ ടഫ് ഒക്കെ ടഫും കാര്യമല്ല. ഇവിടെ ചെടിയിലായിട്ട് സാധനം ഉണ്ടായിട്ട് ടഫും കാര്യങ്ങളൊക്കെ പോയിക്കണേ. അപ്പൊ മുന്നിൽ നമ്മളെ കണ്ടെയ്നറൊക്കെ കറങ്ങണം. മാക്സിമം അവിടെ കുടുങ്ങിന്ന് വിചാരിച്ചപ്പോ കണ്ടെയ്നറൊക്കെ പോയിക്കണേ. അതേപോലെ മുന്നിൽ ഒരു കണ്ടെയ്നർ ഉണ്ട്. അതാണ് നമുക്ക് നേരെ തടസ്സം കാര്യം തന്നെ. അപ്പൊ ഇവിടെ കുറച്ച് ടാസ്ക് ഇവിടെ വളക്കാൻ വേണ്ടിട്ട് അപ്പൊ കുറച്ച് ടയറൊക്കെ മുന്നോട്ട് കഴിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല മുന്നോട്ട് കിട്ടുന്നത്. നീല കണ്ടെയ്നർ മുന്നിലേക്ക് വന്നത്. അപ്പൊ പോണ വരെ വെയിറ്റ് ചെയ്തപ്പോ നമ്മൾ കണ്ടെയ്നറും കാര്യത്തിന് പോയിക്കണം. അപ്പൊ ഞാൻ നേരെ സ്പീഡ് വിടാൻ നിൽക്കില്ല. അപ്പൊ സ്പീഡ് വിട്ടിട്ട് നേരെ പുറത്തേക്ക് ചാടിന്. അപ്പൊ എന്തായാലും സൈഡിൽ കൂടെയാണ് അപ്പൊ കണ്ടെയ്നർ സൈഡിൽ കൂടെ പോയിക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് സൈഡിൽ കൂടെ പോയി നേരെ പുറത്തേക്ക് ചാടുക. ഇതിൽ കൂടെ സൈഡിൽ കൂടെ അപ്പൊ കണ്ടെയ്നർ നമ്മൾ തെറിച്ചിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അപ്പൊ ഇവിടെ നിന്നാണ് കയറി കിട്ടാൻ കുറച്ച് ടാസ്കും കാര്യത്തിന്. അപ്പൊ നമ്മള് മാക്സിമം ആണ് കയറി കാര്യത്തിൽ ചെയ്തത്. അപ്പൊ എന്തായാലും ഇവിടെ എത്താനൊക്കെ കഴിക്കുന്ന ചലഞ്ച് കുറച്ചും കൂടെ പോയ ചലഞ്ച് നമുക്ക് ഫിനിഷ് ചെയ്യണതേക്കണം. അപ്പൊ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നേക്കാരം കുഴപ്പമില്ലാതെ ഫിനിഷ് ചെയ്യാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിങ്ങനെ മാത്രമേ കുഴപ്പമില്ലാതെ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കിയാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെ നമ്മൾ ചലഞ്ച് കാര്യത്തിൽ ഫിനിഷ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ ഇനി ദൂരത്തേക്ക് പോയാൽ അപ്പൊ അതൊരു ഫിനിഷ് ചെയ്യാനായിരിക്കും. അപ്പൊ നമ്മളെ കണ്ടെയ്നറിന്റെ മുകൾക്കൊക്കെ കയറിയിട്ട് അപ്പൊ ആ ബിൽഡിംഗ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് ചലഞ്ച് ഫിനിഷ് ചെയ്യാനായിരിക്കും. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ എത്തുന്നത് എനിക്ക് തോന്നുന്നു. ടഫുള്ള ഏരിയ ഒക്കെ കഴിഞ്ഞപ്പോ സിമ്പിളാ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയേക്കാം. ആ ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോയാൽ കാരണം ബിൽഡിംഗ് ഒക്കെ നമ്മൾ കയറി ഇവിടുന്ന് കുറച്ച് വളച്ച് കിട്ടാൻ കുറച്ച് പണിയാണ്. എന്താ ഈ ബൈക്ക് വളഞ്ഞു കിട്ടില്ല. നമുക്ക് നേരെ മുന്നൂക്കാൻ പോകണം. അപ്പൊ എന്തായാലും ഇവിടുന്ന് വളച്ചിട്ട് ഞാൻ കാണിച്ചില്ല. എന്തായാലും മാക്സിമം വളക്കാൻ നോക്കണം. അങ്ങനെ വളച്ചൊക്കെ ഞാൻ ഇവിടെ എത്തി. അപ്പൊ എന്താ ഇത് ഫാനും കാര്യത്തില്ല. ആ ഫാനും കഴിഞ്ഞപ്പോ നമുക്ക് ഏകദേശം ഫിനിഷ് ലൈനിൽ എത്തി. ഈ ഫാനും കൂടെ കാരണം ഫിനിഷ് ലൈനിൽ എത്തിക്കണേ. അത് നമുക്ക് സാധനം കാര്യത്തിന് കിട്ടിയില്ല. അപ്പൊ ഇതാണ് നമുക്ക് സാധനം കാര്യത്തിൽ. അപ്പൊ നമ്മൾ എടുത്താൽ ബൈക്കിൽ പോവാ. അപ്പൊ അടിപൊളി ഒരു പെട്ടിയിലൊക്കെ നമ്മൾ പാക്ക് ചെയ്താണ് അതായത് സേഫ്റ്റി ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ബൈക്ക് എടുത്ത് നമുക്ക് നേരെ ഷോറൂം കാര്യത്തിൽ എന്തായാലും നമ്മൾ ട്രാക്ടറൊക്കെ ബുക്ക് ചെയ്തത്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഹൗസ് കൊണ്ടുപോകാൻ വേണ്ടി ട്രാക്ടറെ കൊണ്ട് കഴിയുള്ളൂ. അപ്പൊ ട്രാക്ടർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് അപ്പൊ നമുക്ക് നേരെ ഷോറൂമിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയത്. ആ ഷോറൂമിന്റെ ആൾ ഇപ്പൊ ഉണ്ട്. ഷോറൂം അടിച്ച് പൂട്ടിക്കുക. അപ്പൊ നമ്മൾക്ക് വേണ്ടിയിട്ട് മുൻഭാഗം തുറന്നുള്ളൂ. ബാക്കിയുള്ളൊക്കെ വണ്ടി പൂട്ടിക്കണം. നമുക്ക് വേണ്ടിയിട്ട് തുറന്ന് വെച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മള് എടുത്ത് പോയാൽ നമുക്ക് കട കാര്യത്തിന് എടുക്കണമെങ്കിൽ എന്താണെന്ന് നേരത്തെ എടുക്കുന്നത്. അപ്പൊ നമ്മളതും കാര്യത്തിന് ഇവിടെ കിട്ടി. അപ്പൊ നമ്മളെ വണ്ടി കാര്യത്തിന് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് നേരെ ട്രാക്ടർ കാര്യത്തിന് എടുത്തു. അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡിലെ കോട്ട കാര്യത്തിന്റെ അപ്പൊ ഇതിൽ വെച്ചാൽ നിൽക്കും. അപ്പൊ ഇത്രക്ക് നിൽക്കുമെന്ന് യാതൊരു ഐഡിയ കാര്യമില്ല. അപ്പൊ നമുക്ക് എന്തായാലും കൊണ്ടുപോയി നോക്കാം ഇതിന്റെ ഉള്ളിൽ ഹൗസ് നിൽക്കുമെന്ന്. അപ്പൊ ഇതെന്താ ചെറുതാകുമ്പോൾ ഇതിനെക്കാട്ടി വലുപ്പം ഹൗസും കാര്യത്തിന്. അപ്പൊ എന്തായാലും നമുക്ക് ഷോറൂമിന്റെ പുറത്തേക്ക് ഇറക്കിയേക്കാം. വേറെ ഷോറൂമിൽ നല്ല വണ്ടി കാര്യത്തിനുണ്ട്. അപ്പൊ എന്തായാലും വണ്ടി നമുക്കുള്ള ആവശ്യം നമുക്ക് നടക്കുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ പോയേക്ക് എന്താ അവസ്ഥ എന്ന് യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് കിട്ടിയ പെട്ടിന്റെ ഉള്ളിൽ നമ്മളൊന്നും നോക്കിയിട്ട് ഫേക്ക് യാതൊരു ഐഡിയ കഴിയില്ല. അപ്പൊ നമ്മളെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കാര്യത്തിന് നമ്മൾ എടുത്തു നോക്കാം. മൊബൈലിൽ എടുത്തു നോക്കാം. ബിക്കോസ് ഇത് നമ്മളെ ഈ ചെറുതിന് വലുതാക്കുന്ന സാധനം കാര്യത്തിൽ. അപ്പൊ നമുക്ക് ഈ ട്രക്കും കാര്യത്തിനും വലുതാക്കിയാലും എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ പഴയ ഹൗസിലും കാര്യത്തിനല്ല. അപ്പൊ നമുക്ക് നേരെ വണ്ടി എടുത്താൽ പോവാം. അപ്പൊ ട്രാക്ടർ അതിന്റെ ഉള്ളിൽ കൂടെ വലിയ ട്രാക്ടറും കാര്യത്തിന് ആവണേക്കാരം. അപ്പൊ നമുക്ക് ഹൗസും കാര്യത്തിന് കൊണ്ടാവും സിമ്പിൾ ആയിട്ട്. അപ്പൊ നമ്മള് ട്രാക്ടർ മേഖല വളരെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ആ സ്ഥലത്തും കാര്യത്തിന് അപ്പൊ ഇതാണ് നമ്മൾ ഹൗസും കാര്യത്തിനുള്ള ഓൾഡ് ഹൗസും കാര്യത്തിന് അവിടെ ഉള്ളിലായിട്ടുണ്ട്. അപ്പൊ വണ്ടി കാര്യത്തിന് പോയിട്ട് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം. അപ്പൊ നമുക്ക് കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് നിന്നിട്ടൊക്കെ പോകാൻ എന്തായാലും നമ്മൾ കുറച്ച് ക്ഷീണിച്ച് വന്നല്ലേ. അപ്പൊ നമുക്ക് ഇത് സാധനമൊക്കെ ഉള്ളിൽ കയറ്റി കുറച്ച് റെസ്റ്റ് ഒക്കെ വണ്ടിയൊക്കെ ബാക്കൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ച്. അപ്പൊ നമുക്ക് നേരെ ഹൗസിന്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കാട്ട് സാധനം ഉണ്ടാകുന്ന യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ കണ്ടുകഴിഞ്ഞാൽ അപ്പൊ ഇതാണ് സാധനം കാര്യത്തിന്. അപ്പൊ ഇതിൽ ട്രാക്ടറും കാര്യത്തിന് എടുത്താൽ നമുക്ക് ട്രാക്ടർ ഏറ്റവും വലിയ ട്രാക്ടറും കാര്യത്തിന് കിട്ടിയേക്കാം. അപ്പൊ നമുക്ക് നേരെ വണ്ടിന്റെ ഉള്ളിൽ വെക്കുക. അപ്പൊ കുറച്ച് റെസ്റ്റ് നോക്കുക. ഇവിടെ ഫുള്ള് സോംബികളും കഴിച്ചാൽ അപ്പൊ നമ്മൾ വരുമ്പോൾ അത് സോംബികൾ നമ്മുടെ വണ്ടിയിലൊക്കെ ആക്രമിക്കും. നമ്മളെ എനിക്ക്
മെന്റൽ ഹെൽത്ത് ഒക്കെ കുറെ കുറഞ്ഞിങ്ങനെ. അപ്പൊ എന്തായാലും എനിക്കൊരു ആഗ്രഹം തോന്നി, നമ്മളെ ഓട്ടാൻ ഡൈവറൊന്നുമില്ല, അപ്പൊ നമ്മളിങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ നിൽക്കുക. അപ്പൊ നമ്മൾ സോംബി കാര്യത്തിന് ഓട്ടിക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ഈ സോംബിനെ എടുത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പൊ ഞാൻ സോംബിനെ എടുത്ത് അപ്പൊ നമ്മൾ സോംബിനെ ക്ലാസ് എടുത്ത് കൊടുക്കാൻ വിചാരിച്ചു. എടാ സോംബി എന്നെ കൊടുത്തു വെച്ചാൽ നമ്മൾ ഈ ഹൗസിംഗ് കാര്യത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്യാം. അപ്പൊ ഡൈവറായിട്ട് ആ സോംബി കാര്യത്തിന് വരുന്നു. അപ്പൊ ഇനി എന്നെ കൊണ്ട കൈ, അപ്പൊ ഞാൻ ഇവിടെ സ്വിച്ച് നിൽക്കുക ഹൗസിന്റെ ഉള്ളിൽ. അപ്പൊ ഇഞ്ചി ഓട്ടിക്കൊണ്ടാണ്. അപ്പൊ എനിക്ക് വണ്ടിയൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്തത് ഒക്കെ ഈ പണിയൊക്കെ എടുത്ത് ഓട്ടാൻ മാത്രം ഞാനൊക്കെ പണി എടുത്തോണ്ട്. അപ്പൊ ഞാനൊക്കെ ഒക്കെ പറഞ്ഞു തന്നെ അതേപോലെ ചെയ്താൽ മതി. എന്തായാലും കുടിച്ചാൽ ചായ കുടിച്ചിട്ടൊക്കെ റെഡി ആയി നിന്ന് എന്നിട്ട് വണ്ടി ഓടിക്കാൻ മാത്രം റെഡി. ഈ പണിയൊക്കെ എടുത്ത് കുറച്ച് പണി കഴിച്ചിട്ട് ഹൗസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ മോളൊക്കെ കൊണ്ട് ഒക്കെ ഞാൻ നോക്കിക്കോളാം. ഒക്കെ നേരെ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടിന്റെ ഉള്ളിലത്തെ സാധനം കാര്യത്തിന് ഇത് വരും. അപ്പൊ ഇത് നമ്മൾ അമർത്തിയാൽ നമ്മൾ ഈ ഹൗസിന്റെ ഈ ചുമരും കാര്യത്തിന് പോയി. ഈ ചുമര് ഈ കാണുന്നത് ഈ ചുമര്. അപ്പൊ ഞാൻ കാണിച്ച സെറ്റപ്പ് വെച്ചത് നമ്മൾ 4 സൈഡിലും വെച്ചിട്ട്. അപ്പൊ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്, ഇവിടെ ഒന്ന് വെച്ചിട്ട്, അതേപോലെ തന്നെ ഇത് ബാക്കിലും ഇവിടെ ഒന്ന് വെച്ചിട്ട്, അതേപോലെ അപ്പുറത്തൊന്ന് വെച്ചിട്ട് ഞാൻ കാണിച്ചില്ല. ഇവിടെ ആയിട്ടും വെച്ചിട്ട്, അതേപോലെ തന്നെ കുറച്ച് നീങ്ങിയിട്ട് ഇവിടെ ആയിട്ട് വെച്ചിട്ട് നമ്മൾ ആ ബട്ടൺ അമർത്തി ഇതാണ് പൊട്ടുക. അപ്പൊ നമ്മൾ ഇത് വിട്ട് നമ്മളെ വീട് അത്ര ആ കാര്യത്തിന് ചോട്ടി. അപ്പൊ നമുക്ക് നേരെ ഇത് വിട്ട് പോകണമെങ്കിൽ അപ്പം അടുത്ത പണിക്ക് കാര്യത്തിന് എടുക്കുക. അപ്പൊ അടുത്ത പണി നമ്മൾ ഇത് ഇങ്ങനെ വേറിട്ട് എടുക്കലെന്നാണ്. അപ്പൊ ഇത് നമ്മൾ മാക്സിമം പൊട്ടിച്ച് നോക്കണം, പൊട്ടിച്ചാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം നമ്മൾ പൊട്ടിച്ച് നോക്കിയിട്ട്. അപ്പൊ കുറച്ച് പണിയും കാര്യത്തിന് നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്തുണ്ടാക്കുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും ഇതിങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിച്ചാൽ മാക്സിമം കുറെ കൊട്ടി നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ മാക്സിമം കൊട്ടിട്ട് കുറെ കൊട്ടിയിട്ടൊന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് ഇവിടെ നിന്നോട്ടെ വെച്ചിട്ട് ട്രാക്ടറും കാര്യത്തിൽ നമുക്ക് വലുതാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് പണിയൊക്കെ ഇവിടെ നിന്നോട്ടെ വെച്ചു. അപ്പൊ ഞാൻ ട്രാക്ടറും കാര്യത്തിൽ എടുത്തത്. അപ്പൊ നമ്മൾ ട്രാക്ടറെ സോംബിനോട് എടുക്കാൻ പറഞ്ഞേ. അപ്പൊ സോംബി കാര്യത്തിൽ ട്രാക്ടർ എടുക്കാന്ന് പറഞ്ഞ ട്രാക്ടർ എടുത്തത്. അപ്പൊ ഇവിടെ ചെറുതായിക്കണേ. അപ്പൊ ചെറുതായിട്ട് പെട്ടെന്ന് വലുതാക്കി. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മളെ നല്ല ബൾബുള്ള ട്രാക്ടറും കാര്യം നമ്മൾ ഹൗസ് ഇപ്പൊ കൊള്ളുന്ന ട്രാക്ടറും കാര്യത്തിലേക്ക്. അപ്പൊ നമ്മൾ ബാക്കിലൊക്കെ നമ്മൾ ട്രോളിയിലൊക്കെ നമ്മൾ ഹൗസും കാര്യത്തിന് വെച്ചു. അപ്പൊ നമുക്ക് നേരെ ട്രാക്ടറിലാക്കിയാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണെങ്കിലും. അപ്പൊ സ്വിമ്മിംഗ് പൂൾ കാര്യത്തിന് മുകളിലുണ്ട് ജിമ്മിന്റെ ഉള്ളിലത്തെ ഫർണിച്ചറൊക്കെ അതിന്റെ ഉള്ളിൽ ട്രോളിയിൽ നമ്മൾ ഹൗസും കാര്യത്തിന് കൊണ്ടുപോയി. ചെറിയ ഹൗസും കാര്യത്തിൽ നമ്മുടെ ട്രോളിയൊക്കെ വലുതായതുകൊണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ വണ്ടിയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ സെറ്റപ്പ് ചെയ്യാം. ഫ്രാങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ കാലാട്ടി കുത്തിറക്കിട്ട്. അപ്പൊ അതാണ് ട്രാക്ടറിൽ നമ്മൾ ഹൗസും കാര്യത്തിന് കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ വെറുതെ ചെറുത് അങ്ങോട്ട് കൊണ്ടുപോകണം. റെയിൽവേ സ്റ്റേഷനാണ് അപ്പുറത്തെ രാജ്യത്തൊക്കെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അപ്പൊ അത് ചെറിയൊരു ആഗ്രഹമാണ്. അപ്പൊ അത് കൊണ്ടുപോകാൻ വെച്ച് അപ്പൊ നമ്മൾ ഹൗസും കാര്യത്തിന് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കാര്യത്തിന് പോകണം. അപ്പൊ നമ്മൾ സോംബി സുഖമായിട്ട് ഓട്ടുന്നത്. ഫ്രാങ്കിൽ സുഖമായിട്ട് സ്വിമ്മിംഗ് പൂളിൽ കാലാട്ടി കുത്തിറക്കുന്നത്. സോംബി കഷ്ടപ്പെട്ട് ഓട്ടുണ്ട്, കുഴപ്പമില്ലാതെ സോംബിയൊക്കെ ഓട്ടുണ്ട്, സ്പീഡൊന്നും ഇടാതെ ഓട്ടുണ്ട്. അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കത്തിച്ച് പോണ്. അപ്പൊ ട്രെയിനിലാക്കി കൊടുത്ത സോംബിന്റെ ഏകദേശം പണിയൊക്കെ തീർന്നു. സോംബി റെയിൽവേ സ്റ്റേഷൻ കാര്യത്തിന് എത്തിച്ചെടുത്തത്. അപ്പൊ നമ്മൾ ട്രെയിനും കാര്യത്തിന് അതിൽ ആക്കണം. അപ്പൊ നമ്മൾ ഹൗസും കാര്യത്തിന് അപ്പൊ ഫ്രാങ്കിൽ നോക്കണേ അപ്പൊ എങ്ങനെ ട്രെയിനിലൊക്കെ ഇത് ഫിറ്റ് ചെയ്യലെന്നൊക്കെ നോക്കിയപ്പോ സോംബി സുഖിച്ച് നിൽക്കുന്നത്. സോംബിക്ക് ഇനിയൊന്നും കാലില്ല, ട്രെയിനും കാര്യത്തിന് സോംബിയല്ല ഓട്ടുന്നത്, അതുകൊണ്ട് സുഖിച്ച് നിൽക്കുകയാണ്. ഫ്രാങ്കിലൊക്കെ ട്രെയിനിൽ ഫിറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിരുന്നു. അപ്പൊ ഫ്രാങ്കിലൊക്കെ കാലാട്ടി സുഖിച്ച് നിൽക്കുകയാണ്. ഇനി ഫ്രാങ്കിൽ ഒന്നുമില്ല. അപ്പൊ ട്രെയിനിൽ ഇരിക്കാനുള്ള താമസം മാത്രമുള്ള. അതേപോലെ ട്രെയിനും കാര്യത്തിന് എടുത്ത് അപ്പൊ നീ സുഖിച്ച് നിൽക്കാന് ഫ്രാങ്കില് വിചാരിച്ചു. അപ്പൊ നല്ല സുഖമായിട്ട് ഇവിടെ കാട്ട് കൊണ്ടൊക്കെ പോകാന്ന് വിചാരിച്ചേ. അപ്പൊ ഫ്രാങ്കില് ഒരു ആഗ്രഹം നമുക്ക് മുകളിൽ സ്വിമ്മിംഗ് പൂളിൽ പോയാലെന്ന് വെച്ചാൽ. അപ്പൊ ഫ്രാങ്കില് സ്വിമ്മിംഗ് പൂളിലൊക്കെ നീന്തി കൊടുക്കണേ. അപ്പൊ ഞാൻ യാതൊരു കുഴപ്പമില്ലെന്ന് വിചാരിച്ചു നമ്മൾ പോകും. പക്ഷെ നമ്മൾ മുന്നിൽ എന്താ വണ്ടി കാര്യത്തിനുണ്ട്, എന്താ സംഭവം യാതൊരു ഐഡിയ.